BB7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ വീക്ക്ലി ടാസ്കിൻ്റെ ഫൈനൽ റൗണ്ട് നടക്കുകയാണ്. ആദ്യത്തെ റൗണ്ടിൽ കോയിനുകൾ കിട്ടിയ 8 പേർക്ക് മാത്രമാണ് ഫൈനൽ റൗണ്ടിലും മത്സരിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത്തവണ പോഡിയം ഒന്നുമില്ല. ഗാർഡൻ ഏരിയയിൽ വെറുതെ കോയിനുകൾ നിക്ഷേപിച്ചിരിക്കുകയാണ്. അതിൽ നിന്നും മാക്സിമം കോയിനുകൾ കളക്ട് ചെയ്യുക എന്നതാണ് ഇത്തവണത്തെ ടാസ്ക്. പക്ഷേ അതിലും ഒരു ട്വിസ്റ്റ് ഉണ്ട്. കാരണം കോയിനുകളെല്ലാം സിൽവർ പേപ്പർ വെച്ച് പൊതിഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്നും വൈറ്റ് കോയിനുകൾ മാത്രമാണ് എണ്ണപ്പെടുക. പക്ഷേ ഉള്ളിലെ കോയിനുകളുടെ കളറുകൾ കാണാൻ സാധിക്കില്ല. ബസർ ടു ബസർ ആയിരിക്കും. ബസർ അടിക്കുന്നത് മുതൽ അടുത്ത ബസർ വരെ മാക്സിമം കോയിനുകൾ ശേഖരിക്കുക എന്നതാണ് ഇവരുടെ ടാസ്ക്. എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ മത്സരിച്ച് മാക്സിമം കോയിനുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും മത്സരം കഴിഞ്ഞ ഉടൻ എല്ലാവരും പ്ലാസ്മ ടീയുടെ ഫ്രണ്ടിൽ വന്ന് തങ്ങൾക്ക് എത്ര കോയിനുകൾ, അതായത് വൈറ്റ് കോയിൻ മാത്രമാണ് കൗണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ വൈറ്റ് കോയിനുകൾ എത്ര എണ്ണം കിട്ടിയെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അനീഷിന് കിട്ടിയത് 10 കോയിനാണ്, ആര്യന് 15 വൈറ്റ്, റെനയ്ക്ക് 7, ഷാനവാസിനും 10 വൈറ്റ്, ബിന്നിക്ക് 9 വൈറ്റ്, അക്ബറിന് 7 വൈറ്റ്, ജിസേലിന് 7 വൈറ്റ്. വീക്കിലെ ടാസ്കിൻ്റെ ഫൈനൽ റൗണ്ട് ആയതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ലഭിച്ച പോയിന്റും ബിഗ് ബോസ് അറിയിച്ചു. റെനയ്ക്ക് 23 പോയിന്റാണ് ലഭിച്ചത്, അനീഷിന് 26 പോയിന്റ്, ജിസേലിനും 26 പോയിന്റ്, ബിന്നിക്ക് 27 പോയിന്റ്, ഷാനവാസിന് 29 പോയിന്റ്, അഭിലാഷിന് 29 പോയിന്റ്, ആര്യന് 36 പോയിന്റ്. ഏറ്റവും കൂടുതൽ പോയിന്റുകളോടുകൂടി വിജയിച്ചത് അക്ബറാണ്. അക്ബറിന് 37 പോയിന്റാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വീക്ക്ലി ടാസ്കിൽ വിജയിച്ചത് അക്ബറാണ്. അപ്പോൾ ആദ്യം തന്നെ ബിഗ് ബോസ് പറഞ്ഞതുപോലെ ഈ ആഴ്ച പണിപ്പുരയിൽ പോകുന്നത് അക്ബർ ആയിരിക്കും.